പാവപ്പെട്ട പട്ടികജാതി വീട്ടമ്മയ്ക്ക് ഭവന പുനരുദ്ധാരണത്തിന് സ്വകാര്യ ട്രസ്റ്റ് അടക്കം നൽകിയ പണം അടിച്ചുമാറ്റി പഞ്ചായത്ത് അംഗങ്ങൾ കൂടിയ CPM നേതാക്കൾ. നക്കാപ്പിച്ച പോലെ ആസ്പെറ്റോസിന് മുകളിൽ 20 കമിഴ്ത്തോട് സ്ഥാപിച്ചും അടുക്കളയിൽ ആലുവ പുകയില്ലാത്ത അടുപ്പും വെച്ച് തട്ടിയെടുത്തത് 59,000 രൂപയാണ്. കഷ്ടിച്ച് 10,000 രൂപയുടെ പണി പോലും നടക്കാത്ത ഇത്രയും തുക അടിച്ചു മാറ്റുന്നതിൽ യഥാക്രമം CPM ഏരിയ കമ്മിറ്റി അംഗവും ലോക്കൽ കമ്മിറ്റി അംഗവുമായ 2 പഞ്ചായത്ത് അംഗങ്ങൾ വീടിന്റെ പണി കഴിഞ്ഞുവെന്ന് വ്യാജ റിപ്പോർട്ട് നൽകിയ പഞ്ചായത്തിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവരെ പ്രതികളാക്കി വീട്ടമ്മ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കായുള്ള ഓംബുഡ്സ്മാന് പരാതി നൽകി. നാരങ്ങാനം നോർത്ത് പെരുമ്പാറ ചരിവുകാലയിൽ സരസമ്മയാണ് നാരങ്ങാനം പഞ്ചായത്തിലെ 5ാം വാർഡ് അംഗവും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ അബിതാബായി CPM ഏരിയ കമ്മിറ്റി അംഗവും പഞ്ചായത്ത് 14ാം വാർഡ് അംഗവുമായ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗവുമായ ബെന്നി ദേവസ്യ പഞ്ചായത്തിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവരെ 1 മുതൽ 3 വരെ എതിർകക്ഷികളാക്കി ഓംബുഡ്സ്മാനെ സമീപിച്ചത്. 2ാം വാർഡിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന സരസമ്മ, മകൻ കണ്ണൻ എന്നിവരടങ്ങുന്ന കുടുംബത്തെ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സമയത്ത് അബിതയ്ക്ക് വോട്ട് കിട്ടുന്നതിനു വേണ്ടി 5ാം വാർഡിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുകയായിരുന്നു. സരസമ്മയ്ക്ക് 2021-22 സാമ്പത്തിക വർഷം പട്ടികജാതി ഭവന പുനരുദ്ധാരണ പദ്ധതി പ്രകാരം ക്രമ നമ്പർ 1 35,000 രൂപ പഞ്ചായത്തിൽ നിന്നും അനുവദിച്ചിരുന്നു. SBIയുടെ നാരങ്ങാനം ശാഖയിലെ അക്കൗണ്ടിലേക്കാണ് പണം എത്തിയത്. വീടിന്റെ പുനരുദ്ധാരണം നടത്താൻ സരസമ്മയുടെ അപേക്ഷ പ്രകാരം നാരങ്ങാനത്ത് പ്രവർത്തിക്കുന്ന മലനാട് മിൽക്ക് സൊസൈറ്റി പ്ലാന്റ് അധികൃതർ 25,000 രൂപ സരസമ്മയ്ക്ക് അനുവദിച്ചിരുന്നു. ഈ പണം യൂക്കോ ബാങ്ക് നെല്ലിക്കാല ശാഖ വഴിയാണ് കൊടുത്തത്. ഇതോടെ വാർഡ് മെമ്പർ അബിതാബായി രംഗത്തു വന്നു. വീടിന്റെ പ്ലാന്റിംഗ് ഉൾപ്പെടെ എല്ലാ അറ്റകുറ്റപ്പണിയും ചെയ്തു നൽകാമെന്ന് പറഞ്ഞ് 2 ബാങ്കുകളായി ഉണ്ടായിരുന്ന 59,000 രൂപ വാർഡ് മെമ്പർ അബിതാബായി സരസമ്മയെ കൊണ്ട് പിൻവലിപ്പിച്ച് സ്വന്തം കയ്യിലാക്കി. അമ്മയെ വിളിച്ചുകൊണ്ടുപോയി പണം വാങ്ങിയെടുത്ത് ഓട്ടോയിൽ തിരിച്ചു കൊണ്ടുവിടുമ്പോഴാണ് വിവരം അറിയുന്നതെന്ന് സരസമ്മയുടെ മകൻ കണ്ണൻ പറയുന്നു. ഇതിനുശേഷം വീടിന്റെ പുനരുദ്ധാരണം മെമ്പറുടെ നേതൃത്വത്തിൽ ആരംഭിച്ചു. നേരത്തെ ഇട്ടിരുന്ന ആസ്പെറ്റോസ് ഷീറ്റുകൾക്ക് മുകളിൽ 20 കമിഴ്ത്തോടുകൾ വെച്ചു. അടുക്കളയിൽ ആലുവ പുകയില്ലാത്ത അടുപ്പും വെച്ചു. ഇതിനുശേഷം അബിതയുടെ അനക്കമില്ലാതെയായി. ശേഷിച്ച പണം വീട്ടുകാർ ചോദിച്ചപ്പോൾ അത് നിങ്ങളുടെ കയ്യിലിരുന്നാൽ ഭക്ഷണം കഴിച്ച് തീർക്കുമെന്നും വേണ്ട പണി താൻ ചെയ്തോളാമെന്നും വാർഡ് മെമ്പർ പറഞ്ഞുവെന്നും കണ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. സരസമ്മ ഫോൺ വിളിച്ചപ്പോൾ പിന്നെ അബിത എടുക്കാറില്ലായിരുന്നു. നേരിൽ ചെന്നിട്ടും കാണാൻ കൂട്ടാക്കിയില്ല. വീട് പണി തീർക്കാമെന്ന് പറഞ്ഞ് പിന്നീട് ബന്ധപ്പെട്ടത് 14ാം വാർഡ് മെമ്പർ ബെന്നിയാണ്. ഇത് അബിതയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു അത്രേ. ഇയാൾ രംഗത്ത് വന്നാലല്ലാതെ പണിയൊന്നും നടന്നിട്ടില്ല. ഇതിനിടെ വീടിന്റെ പണി പൂർത്തിയായെന്ന് പറഞ്ഞ് അസിസ്റ്റന്റ് എഞ്ചിനീയർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് റിപ്പോർട്ട് നൽകിയെന്ന് സരസമ്മ പരാതിയിൽ പറയുന്നുണ്ട്. ആ സ്ഥിതിക്ക് ശേഷിച്ച പണം മെമ്പർമാരുടെ കൈവശമായി. അത് നിർധന കുടുംബത്തിന് തിരിച്ചു നൽകാനോ വീട് പണി പൂർത്തീകരിക്കാനോ മെമ്പർമാർ തയ്യാറായില്ല. സരസമ്മയെ കാണാൻ പോലും ഇവർ കൂട്ടാക്കുന്നില്ലത്രേ. എഞ്ചിനീയർ നാളിതുവരെ തന്റെ വീട്ടിലെത്തുകയോ അന്വേഷണം നടത്തുകയോ ചെയ്തിട്ടില്ലെന്നും പരാതിയിൽ പറയുന്നു. ആസൂത്രിതമായ തട്ടിപ്പാണ് CPM നേതാക്കൾ നടത്തിയത്. ഇതിനെതിരെ പരാതി നൽകുമെന്ന് പറഞ്ഞിട്ടും ഇവർക്ക് ഒരു കൂസലുമില്ല. ഒടുവിൽ മറ്റൊരു വഴിയും ഇല്ലാതെ വന്നപ്പോഴാണ് സരസമ്മ ഓംബുഡ്സ്മാനെ സമീപിച്ചത്.